അല്ല ഇമ്മ ഡ്രസ് മാറ്റിയില്ലേ? എന്തിന്? അപ്പൊ ഇമ്മയല്ലേ പറഞ്ഞത് നമ്മളിന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാന്ന്? എന്തിനാ നമ്മള് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോണേ? ഇവിടുന്ന് കഴിച്ചാ പോരെ? എന്നാ ഞാൻ ഇമ്മക്കൊരു ചലഞ്ച് തരാം. എന്ത് ചലഞ്ച്? ഞാൻ ഇമ്മക്ക് 2 മണിക്കൂർ സമയം തരും. അതിന്റെ ഉള്ളില് പുറത്ത് കിട്ടുന്നമാതിരി തന്നെ ഉള്ള ഫുഡ് ഉണ്ടാക്കി തരണം. ഇന്നോ? അതെ, നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് കുബൂസിന് വേണ്ട മാവ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുബൂസിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുത്ത് അത് പൊങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മൈദയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും അതുപോലെ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുക്കാനുള്ള വെള്ളം ചെറിയൊരു ചൂട് മതി കേട്ടോ, ചൂട് കൂടി പോകരുത്. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ. പിശുക്ക് കാണിച്ചാൽ നമ്മുടെ കുബൂസ് സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനത് കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ഡോ. അപ്പോൾ ഇങ്ങനെ ആവണം കേട്ടോ നമ്മുടെ കുബൂസിനുള്ള ഡോ വേണ്ടത്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരും കേട്ടോ. ചെറുതായിട്ട് ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഞാനിവിടെ അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ സൈഡിൽ വെക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഓവനൊന്ന് മൈക്രോവേവ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ ഒരു തണുപ്പുള്ള സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ പൊങ്ങി വരാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ചെറുതായിട്ട് ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടിക്കോളും. ഇനി ഞാനിതിലേക്ക് ബ്രോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ബ്രോസ്റ്റിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ചിക്കനൊന്നല്ല കേട്ടോ. ഈ ചിക്കൻ ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചിക്കനാണ്. അപ്പോൾ ഇതിനായിട്ട് ചിക്കനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ചിക്കൻ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചിക്കന്. ഇനി ഇതിലേക്ക് നമുക്ക് എസ്എസിൻ്റെ ബ്രോസ്റ്റ് മിക്സാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ബ്രോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതായത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. പിന്നെ മാരിനേഷൻ ആണെങ്കിൽ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരൊറ്റ മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും ഈ മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ബ്രോസ്റ്റ് മിക്സ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മാരിനേഷന്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പീസും കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അരമണിക്കൂറിന് ശേഷം ബ്രോസ്റ്റ് തയ്യാറാക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ കുബൂസിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ പൊങ്ങി കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ എയർസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുബൂസ് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അത് നമുക്ക് ഇതുപോലെ ബോളാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ബോളാക്കി വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ വെക്കണം കേട്ടോ. 10 മിനിറ്റും കൂടെ വെക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ ഇത് കാറ്റ് തട്ടാതെ വേണം വെക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലിട്ട് ഞാനൊന്ന് അടച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മയോണൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂണ്. അപ്പോൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ 1 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി മയോണൈസും റെഡിയായി കിട്ടും.
അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മയോണൈസ് തന്നെയാണ് കേട്ടോ. ആ ഒരു തിക്കിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതാ നമ്മുടെ ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുബൂസ് ഒന്നും കൂടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ആവശ്യത്തിന് പൊടി ഇട്ട് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടും വേണ്ട എന്നാൽ ഒരുപാട് തിന്നായിട്ടും വേണ്ട കേട്ടോ. അതിൻ്റെ ഇടയിലായിട്ട് വേണം. അതായത് നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി തിക്കാക്കിയിട്ട് മതി. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല വീർത്ത് വരും കേട്ടോ. ഒറ്റ പൊള്ളനായിട്ട് വരുന്ന നമുക്ക് കുബൂസ്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മുടെ നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ കുബൂസ് ഞാൻ പരത്തി വെക്കുകയല്ല കേട്ടോ. ഓരോന്നും പരത്തിയ ഉടനെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതും കൂടെ പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ബ്രോസ്റ്റ് ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കാം. നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസുകളൊക്കെ എണ്ണയിൽ മുങ്ങി കിടക്കണം കേട്ടോ. എന്നാലുള്ള ആ ഒരു കറക്റ്റ് നമുക്ക് മസാലയ്ക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കോട്ടായിട്ട് ഒരുപോലെ പിടിച്ചിട്ട് കിട്ടുള്ളൂ. പിന്നെ ചെറിയ പീസായതുകൊണ്ട് ചിക്കന് പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പീസാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടൈം വെച്ച് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ആയി വരുന്ന സമയം ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ കുബൂസും കൂടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാതും ഇപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ പുറം ഭാഗമൊക്കെ. ഇനി നമുക്കിത് കോരിയിട്ടൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ബ്രോസ്റ്റ് മുഴുവൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പൊട്ടാറ്റോ നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ വീട്ടിലുണ്ടാക്കുമല്ലോ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ആക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതാ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതാ ഫ്രഞ്ച് ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പൊരിച്ച എണ്ണയിലാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിയൊക്കെ നമ്മുടെ ബ്രോസ്റ്റ് മിക്സിൻ്റെ ആ ഒരു പൊടിയൊക്കെ എണ്ണയിൽ പോയിട്ടുണ്ടാകുന്ന പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ഫ്രഞ്ച് ഫ്രൈയിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതാ കിച്ചണിൽ നമ്മുടെ കുഞ്ഞു ടേബിളിലാണ് കേട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സലാഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സലാഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് സലാഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളിതാ ഇതുപോലെ ലെറ്റ്യൂസിൻ്റെ ഒരു ലീഫാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ബർഗറിലൊക്കെ ഇടുന്ന ലെറ്റ്യൂസ് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സലാഡ് ഇട്ട് കൊടുക്കുന്നത്. സലാഡിൽ കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ സവാള, അത്രയേ ഉള്ളൂ കേട്ടോ. കുക്കുംബറും ക്യാരറ്റും സവാളയും പിന്നെ നാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുബൂസ് ഞാൻ ഈ ഒരു പ്ലേറ്റിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രോസ്റ്റിൻ്റെ മേലെ പൊരിച്ചെടുത്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് നമ്മുടെ ബോട്ടിലുള്ള ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ബൗളിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റും കുബൂസും സലാഡും മയോണൈസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.